മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻഡ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഈ യൂട്യൂബ് പരമ്പരയുടെ 150ാമത്തെ എപ്പിസോഡാണിത്. ഈ എപ്പിസോഡിൽ നമ്മൾ എപ്പിസ് മെല്ലിഫിക്ക എന്ന അധ്യായം ആരംഭിക്കുകയാണ്. നേരത്തെ ഒപ്പിയത്തിൽ ഒക്കെ കണ്ടതുമാതിരി അതിനോട് ചില കാര്യങ്ങളിൽ സാദൃശ്യമുള്ളൊരു ഔഷധമാണ് എപ്പിസ്. രണ്ടും തമ്മിൽ ചില സന്ദർഭങ്ങളിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ടാണ് എപ്പിസ് അതിൻ്റെ തുടർച്ചയായിട്ട് നോക്കാം എന്ന് വിചാരിച്ചത്. ഞാൻ നേരത്തെ ഒരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട്, അർബുദം ബാധിച്ച് മരണത്തെ മുന്നിൽ കാണുന്ന വ്യക്തികളുടെ വേദനകളെ ശമിപ്പിക്കാൻ, തേനീച്ച കുത്തേറ്റ് അപകടാവസ്ഥയിലായ മരണാസന്നരായവരെ രക്ഷിക്കാൻ, അതുപോലെ സാധാരണ ചെങ്കണ്ണിന് വരെ, കൺജക്റ്റിവൈറ്റിസ് വരെ, അങ്ങനെയുള്ള വളരെ വിപുലമായ മേഖലകളിൽ പ്രയോഗിച്ച് ഫലം കണ്ടതായി എനിക്ക് കാണാനിടയായിട്ടുള്ള ഒരു ഔഷധമാണിത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എപ്പിസ് മെല്ലിഫിക്ക. ദിസ് റെമഡി ഹാസ് സോ മെനി സിംറ്റംസ് ഓൺ ദ സർഫസ് ഓഫ് ദ ബോഡി. ശരീരത്തിൻ്റെ പുറമെ, ശരീരത്തിൻ്റെ ഉപരിതലത്തിൽ, ത്വക്കിൽ ധാരാളം ലക്ഷണങ്ങളുള്ളൊരു ഔഷധമാണിത്. വി വിൽ സ്റ്റഡി ദ ഔട്ടർ ആസ്പെക്ട് ഫസ്റ്റ്. അതുകൊണ്ട് ഔട്ടർ ആസ്പെക്റ്റ് ഇത് പറയാൻ കാരണം വെച്ചാൽ, കെൻറ്റ് പൊതുവെ പേഷ്യൻറ്റിൻ്റെ മാനസിക അവസ്ഥകൾക്കും ജനറൽ കണ്ടീഷൻസിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആണ് ഒരു ലെക്ചർ ആരംഭിക്കുന്നത്. ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്, എന്നാൽ പോലും തൊലിയിലെ സിംറ്റത്തിന് പ്രാധാന്യമുണ്ട്. അത് വെച്ച് തുടങ്ങാമെന്ന് അദ്ദേഹം പറയുകയാണ്. ഒരു പുള്ളിയുടെ നയത്തിൽ നിന്നുള്ളൊരു ചെറിയൊരു വ്യതിയാനമാണത്. ഓൾ ഓവർ ദ ബോഡി ഈസ് ഫൗണ്ട് എ തിക്ക് റാഷ്, സംടൈംസ് ഓഫ് എ റോസ് കളർ. റോസ് കളർ എന്ന് പറയുന്നത് ഫെയർ കോംപ്ലക്ഷനുള്ള ഉദ്ദേശം കൊണ്ട് പറയുന്നതാണ്. നമ്മുടെ നാട്ടിൽ ഏഷ്യാറ്റിക് വംശങ്ങളിൽ അങ്ങനെ ഒരു റോസ് കളർ കാണണമെന്നില്ല, ഒരു റെഡിഷ്നസ് എന്ന് വിചാരിച്ചാൽ മതി. തിക്ക് റാഷ്. ഇറ്റ് ഈസ് റഫ് ആൻഡ് ക്യാൻ ബി ഫെൽറ്റ് ആസ് എ റഫ് റാഷ് അണ്ടർ എ ഫിംഗേഴ്സ്. വിരൽ തടയോടി കഴിഞ്ഞാൽ ആ ഒരു പരുക്കൻ പ്രതലം മനസ്സിലാവും. മിനുസമുള്ളതല്ല, പരുക്കനാണ്. ദ പേഷ്യൻറ്റ് അറ്റ് ദിസ് ടൈം ഈസ് ജനറലി ഡിസ്ട്രസ്ഡ് ബൈ ഹീറ്റ് ആൻഡ് സ്കിൻ ഈസ് സെൻസിറ്റീവ് ടച്ച് വിത്ത് ദ റാഷ് ഓർ വിത്തൗട്ട് ഇറ്റ്. അപ്പോൾ പ്രധാനപ്പെട്ട ഈ സ്കിൻ സിംറ്റത്തിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട ജനറൽ കണ്ടീഷൻസ്, ഒന്ന് ചൂട് കൊണ്ട് ഡിസ്ട്രസ്ഡ് ആകുന്നു. ആ വാക്കുകളുടെ പ്രയോഗം, ഇംഗ്ലീഷ് ഭാഷയിലെ വാക്കുകളുടെ പ്രയോഗം അതിനോട് പ്രയാസപ്പെടുന്നു. ട്രബിൾഡ് ബൈ എന്നോ പെയിൻഡ് ബൈ എന്നോ അഗ്രിവേറ്റഡ് ബൈ എന്നോ അല്ല, ഡിസ്ട്രസ്ഡ് ബൈ. അത്രക്ക് ചൂടുകൊണ്ട് ആ രോഗി അത്രക്ക് പ്രയാസപ്പെട്ടു പോകും, ഡിസ്ട്രസ്ഡിലായി പോകും, അത്രക്ക് വിഷമത്തിലായി പോകും. മാത്രമല്ല സ്പർശനത്തോട് വളരെ സംവേദനക്ഷമതയുണ്ട്. റാഷ് ഉള്ളപ്പോഴോ ഇല്ലാത്തപ്പോഴോ, തൊലിക്ക് തടിച്ചു വീർത്തിരിക്കുമ്പോഴായാലും അല്ലെങ്കിൽ ശരി, തൊലി തൊട്ട് കഴിഞ്ഞാൽ വലിയ പ്രയാസമുണ്ട്. അതുപോലെ ചൂടിനോടും. നോഡൽ സ്വെല്ലിങ്സ് ഹിയർ ആൻഡ് ദർ കം ആൻഡ് ഗോ. കല്ലിപ്പ് വാരി കല്ലിച്ച തരത്തിലുള്ള നീർക്കെട്ടുകൾ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളായിട്ട് വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കും, സ്ഥായിയായിട്ട് നിൽക്കണമെന്നില്ല. ദെൻ കംസ് ഓൺ ഇറസ്പിറേറ്റസ് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ in patches here and there about the head with great tumefaction about the face, eyes and eyelids. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ തൊലിപ്പുറമെയുള്ളൊരു ഈ റാഷസിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് എറിസിപ്ലാറ്റസ് ഇൻഫ്ലമേറ്ററി കണ്ടീഷനാണ്. ചില ഒറ്റ പാച്ചസിലായിട്ട് വരും. ചിലപ്പോൾ അത് വ്യാപിച്ച് ശരീരം മുഴുവനാകാം, തലയിലാകാം, എന്നിട്ട് മുഖത്തും കണ്ണിലും ഐ ലിഡ്സിലും കൺപോളകളിലും ഒക്കെ ഇങ്ങനെ വീർത്ത് കെട്ടി നല്ലൊരു വെള്ളം നിറച്ചൊരു ഗോളം പോലെ ആയിട്ട് മാറാം. എറിസിപ്ലാസ് മേ ഒക്കർ എനിവേർ, ബട്ട് ഇറ്റ് മോർ കോമൺലി ബിലോങ്സ് ടു ദ ഫേസ് ആൻഡ് റൺസ് ഇൻ ടു ഹൈ ഡിഗ്രി ഓഫ് ഇൻഫ്ലമേറ്ററി ആക്ഷൻ വിത്ത് സ്റ്റിങ്ങിങ്, ബേണിങ് ആൻഡ് എഡീമ. അപ്പോൾ ഈ തിണർപ്പും തടിപ്പുമൊക്കെ എവിടെ വേണമെങ്കിലും വരാം. പക്ഷേ ഏറ്റവും സാധാരണ വരുന്നത് ഒരു ഉയർന്ന നിലയിൽ, ഉയർന്ന രൂക്ഷതയിൽ, ഒരു ഇൻഫ്ലമേറ്ററി ആക്ഷനായിട്ട്, ശരിക്കും നീർവീക്കമായിട്ട് മുഖത്താണ് കൂടുതൽ വരുന്നത്. മുഖത്തും തലയിലുമാണ് കൂടുതൽ വരുന്നത്.
സ്റ്റിങ്ങിങ്, കുത്തുന്നത് പോലെ വേദന, പൊള്ളൽ, നീർക്കെട്ടൽ, വെള്ളം വന്ന് വീർത്തിരിക്കൽ. ഇത് മൂന്നുമാണ് അതിൻ്റെ ഒരു ടിപ്പിക്കൽ ആസ്പെക്ട്സ്. കുത്തുന്ന തരത്തിലുള്ള വേദന, പൊള്ളൽ, നീർക്കെട്ടൽ. ഇൻ ദ എക്സ്ട്രീമിറ്റീസ് വി ഹാവ് എ മാർക്ക്ഡ് ഡ്രോപ്സി, സ്വെല്ലിംഗ് വിത്ത് പിറ്റിംഗ് അപ്പോൺ പ്രഷർ. കൈകാലുകളിലും നീർക്കെട്ടലുണ്ട്. പിന്നെ ഇതേപോലൊരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ പിറ്റിംഗ് അപ്പോൺ പ്രഷർ. ഒന്ന് അമർത്തി കഴിഞ്ഞാൽ അവിടെ കുഴിഞ്ഞിരിക്കും, അത് നിവർന്നു വരാൻ കുറച്ച് സമയം പിടിക്കും. അതും എപ്പിസിൽ ത്രൂ ഔട്ടുള്ളതാണ്. എ ജനറൽ അനാസാർക്ക മേ അപ്പിയർ. അതായത് ശരീരം ഇങ്ങനെ വന്നിട്ട് ഈ തിണർപ്പ്, തടിപ്പ്, അവിടെ ഇവിടെയൊക്കെ വീർത്തുകെട്ടൽ, ചിലത് കല്ലിപ്പ് എന്നുള്ളതൊക്കെ പോയിട്ട് മൊത്തത്തിൽ ഇങ്ങനെ വന്ന് വീർത്ത് കെട്ടി ആൾ മൊത്തം വീർത്തിരിക്കുന്നൊരവസ്ഥ. ഈ തേനീച്ച കുത്തേറ്റ അവസ്ഥയിലൊക്കെ അങ്ങനെ വരും. അത് എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ദ ഫേസ് ഈസ് ഗ്രേറ്റ്ലി സോളൻ അറ്റ് ടൈംസ്. ദ ഐലിഡ്സ് ലുക്ക് ലൈക്ക് വാട്ടർ ബാഗ്. ദ വൾവ ഹാങ്സ് ഡൗൺ ലൈക്ക് എ വാട്ടർ ബാഗ്. ദ അബ്ഡോമിനൽ വാൾസ് ആർ ഓഫ് ഗ്രേറ്റ് തിക്നെസ് ആൻഡ് പിറ്റ് അപ്പോൺ പ്രഷർ. ആൻഡ് ദ മ്യൂക്കസ് മെംബ്രെയിൻ ഇൻ എനി പാർട്ട് ലുക്ക് ആസ് ഇഫ് ദേ വുഡ് ഡിസ്ചാർജ് വാട്ടർ ഇഫ് ദേ വർ പങ്ക്ചേർഡ്. അപ്പോൾ ശരീരം മുഴുവൻ നേരത്തെ പറഞ്ഞ പോലെ വീർത്ത് കെട്ടിയിട്ട് കൂടുതലും മുഖമാണ്, പലപ്പോഴും വരുന്ന മുഖമാണ് വീർത്ത് കെട്ടി ഇങ്ങനെ ഒരു ഗോളം പോലെ വരും. കൺപോളകൾ ജലം നിറച്ച സഞ്ചികൾ പോലെ ഇരിക്കും. വൾവ, അബ്ഡോമിനൽ വാൾസ് ഒക്കെ ഈ തരത്തിൽ വെള്ളം കെട്ടുന്നു. അവിടെയൊക്കെ അമർത്തിയാലിങ്ങനെ കുഴിഞ്ഞു പോകുന്നൊരവസ്ഥയുണ്ട്. ഇനി മ്യൂക്കസ് മെംബ്രെയിൻസിൽ ഒന്ന് കുത്തി ഒരു ഓട്ട ഇട്ട് കഴിഞ്ഞാൽ വെള്ളം ഒലിച്ചു പോരും എന്ന് പറയത്തില്ല. അതായത് ഇപ്പോൾ ബലൂണിലൊക്കെ വെള്ളം നിറച്ച എങ്ങനെയിരിക്കും, അങ്ങനെ മ്യൂക്കസ് മെംബ്രെയിനുള്ള ഭാഗങ്ങളൊക്കെ അങ്ങനെ അത്രക്ക് വാട്ടർ ലോഗിങ് ഉണ്ടാകുന്നൊരവസ്ഥ. പഫിംഗ് ഓർ എഡീമ വിത്ത് പിറ്റിംഗ് അപ്പോൺ പ്രഷർ ഈസ് എ ജനറൽ കണ്ടീഷൻ ദാറ്റ് മേ ബി പ്രസൻറ്റ് ഇൻ എനി ഇൻഫ്ലമേറ്ററി സ്റ്റേറ്റ്. അപ്പോൾ ഏത് ഇൻഫ്ലമേറ്ററി സ്റ്റേറ്റിലും എപ്പിസുമായിട്ട് ബന്ധപ്പെട്ട് പഫിങ് അല്ലെങ്കിൽ എഡീമ വന്ന് വീർത്ത് വിങ്ങിയിരിക്കുന്ന അവസ്ഥ, അതിനോടൊപ്പം വിരലമർത്തിയാൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ ആ ഇരുന്ന ഭാഗത്തിൻ്റെ മാർക്കിങ് അവിടെ വരുന്ന തരത്തിൽ ഒരവസ്ഥ, ഇതൊരു ജനറൽ കണ്ടീഷനാണ്. ദർ ഇസ് എ ജനറൽ അമീലറേഷൻ ഫ്രം കോൾഡ് ആൻഡ് അഗ്രിവേഷൻ ഫ്രം ഹീറ്റ്. നേരത്തെ പറഞ്ഞു ചൂട് കൊണ്ടുള്ളൊരു ഡിസ്ട്രസ്ഡ് കണ്ടീഷൻ. അപ്പോൾ ചൂട് കൊണ്ട് വല്ലാത്ത അഗ്രിവേഷൻ ഉണ്ട്, തണുപ്പ് കൊണ്ട് അമീലറേഷൻ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതിന് തുടർച്ചയാണ്. ചൂടുകൊണ്ട് പൊതുവേ ശമനം കിട്ടുമെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന അവസ്ഥ, പ്രതിശേഷിച്ചും തൊണ്ടയുമായിട്ട് ബന്ധപ്പെട്ട അവസ്ഥ. സാധാരണ തൊണ്ടവീക്കം, ടോൺസിലൈറ്റീസ്, തൊണ്ടയ്ക്ക് വരുന്ന കിരികിരിപ്പ്, ഡിഫ്തീരിയ, ഇതിനൊക്കെ ചൂടുവെള്ളം പ്രയോഗിക്കാൻ പറയും. ചൂടുവെള്ളത്തിൽ ഇതിൽ ഉപ്പിട്ടിട്ട് ഗർഗിൾ ചെയ്യാനൊക്കെ കോമൺ ആയിട്ട് പറഞ്ഞു പോകുന്ന. പക്ഷേ എപ്പിസ് പേഷ്യൻ്റ് അത് ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ സ്ഥിതി വളരെ മോശമായി പോകും. നമ്മൾ സാധാരണ പൊതുബോധത്തിന് എതിരായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഹോമിയോപ്പതി എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. പൊതുബോധമല്ല പ്രവർത്തിക്കേണ്ടത്, ആ പേഷ്യൻറ്റിൻ്റെ ടിപ്പിക്കൽ കണ്ടീഷൻ. അത് പേഷ്യൻ്റ് ഇൻഡിവിജ്വാലിറ്റിയാണ്, ആ ഔഷധത്തിൻ്റെ ഇൻഡിവിജ്വാലിറ്റിയാണ്. അത് നമ്മൾ മാച്ച് ചെയ്യുമ്പോഴാണ് ഹീലിംഗ് നടക്കുന്നത്. ഇവിടെ നമുക്ക് ചൂടുകൊണ്ട് ശമനം ഉണ്ടാകുന്നു തോന്നുന്ന തൊണ്ടയുടെ പ്രശ്നങ്ങളിലും തണുപ്പ് കൊണ്ടാണ് ശമനം ഉണ്ടാകുന്നത്. ദ സ്കിൻ സിംറ്റംസ് ആൻഡ് ദ പേഷ്യൻ്റ് ആർ അഗ്രിവേറ്റഡ് ഫ്രം ഹീറ്റ്. ദിസ് പ്രിവെയിൽസ് ഓൾസോ ഇൻ ദ മെൻ്റൽ സ്റ്റേറ്റ്, ഇൻ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ്, ഇൻ കാർഡിയാക് കണ്ടീഷൻസ്, ഇൻ ഡ്രോപ്സി, ഇൻ സോർ ത്രോട്ട് എക്സെട്ര. അപ്പോൾ ഏത് കണ്ടീഷൻ, സ്കിൻ കണ്ടീഷനായാലും ശരി, ഹൃദയത്തിൻ്റെ പ്രശ്നങ്ങളായാലും ശരി, ഡ്രോപ്സി ആയാലും സോർ ത്രോട്ടായാലും എന്തായാലും അയാളുടെ മാനസിക അവസ്ഥയായാലും ശരി, ചൂട് കൊണ്ട് അഗ്രവേഷനാണ്, തണുപ്പ് കൊണ്ട് അമിലറേഷൻ. അത് എപ്പിസിൻ്റെ ഒരു സാധാരണ അവസ്ഥയാണ്. അപ്പോൾ എൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഇടമലയാറ് എന്നുള്ളത് നിങ്ങൾ കേട്ട് കാണും. ഇന്നും ഗതാഗത സൗകര്യങ്ങൾ വളരെ കുറഞ്ഞ സ്ഥലമാണ്. അണക്കെട്ട്, ഇത് 91 കാര്യമാണ് ഞാൻ പറയുന്നത്. 91 ഒരു പുസ്തകത്തിൻ്റെ വിവർത്തനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവിടെ പോയി ഞാൻ 2 മാസം താമസിച്ചിരുന്നു. അവിടെ അണക്കെട്ടിൻ്റെ പണിയൊക്കെ തീർന്നു, ജോലിക്കാർ മിക്കവാറും പോയി. KCB ജോലിക്കാരുടെ ക്വാർട്ടറുകൾ പലതും കാലിയാണ്. അവിടെ ഡ്രൈവറും അങ്ങനെ 1-2 പേരൊക്കെ ഉള്ളൂ, സൂപ്പർവൈസറൊക്കെ ഉള്ളൂ. അപ്പോൾ അവിടെ തന്ന ഡ്രൈവറുടെ മകൻ എൻ്റെ സുഹൃത്താണ്. അപ്പോൾ ഞാൻ പോയിട്ട് അവിടെ ഒരു ഒഴിഞ്ഞു കിടന്ന ഒരു ക്വാർട്ടറിൽ താമസിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഈ പൂയംകുട്ടി വനത്തിൽ ഈറ്റ വെട്ടാൻ പോകുന്ന ജോലിക്കാർ അവർ ടൗണിലേക്ക് പോകുന്ന വഴിക്ക് പിന്നെ ഇവിടെ വരും, ഇടമലയാറിലിടക്ക് വരും. അന്ന് അവിടെ ഒരു ബസ് വരുമായിരുന്നു, ഒരു ബസ് അങ്ങോട്ട് കൊണ്ടായിരുന്നു.
ഇപ്പോഴും ആ ബസ് വേറെ റൂട്ടിലൂടെ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു, ഇപ്പോൾ അറിയില്ല, ഒറ്റ ബസ്സേ ഉള്ളൂ. അപ്പോൾ പല കമ്മ്യൂണിക്കേഷനൊക്കെ ഈ ബസ്സിലൂടെയാണ് നടക്കുന്നത്, മൂവാറ്റുപുഴ ഇടമലയാർ ബസ്. അപ്പോൾ ഈ ഈറ്റ തൊഴിലാളികൾ വരും. അപ്പോൾ അവർക്ക് വേണ്ട ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിക്കൊടുക്കുകയും മറ്റുമൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു ദിവസം ഈറ്റ തൊഴിലാളികൾ വന്ന സമയത്ത് ഞങ്ങൾ ചെന്നപ്പോൾ അത് കൂടെ ഉണ്ടായ ഒരു സാമാന്യം പ്രായം, 60 വയസ്സിന് മേൽ പ്രായങ്ങൾക്കുണ്ട്. അയാൾക്ക് കാട്ടിൽ വെച്ച് ഒരു തേനീച്ചക്കൂട് കണ്ടു. തേനെടുക്കാമെന്ന് കരുതി പോയതാണ്. അവിടെ തേനെടുക്കുന്ന ആളുകളുണ്ടായിരുന്നു. ഇവർക്കതിൽ വലിയ പരിചയമില്ല. തേനെടുക്കാൻ ശ്രമിച്ചു. തേനീച്ച എന്ന് വെച്ചാൽ വലിയ ഈച്ച കടന്ന് തേനീച്ച ഇളകി, പലരും ഓടി രക്ഷപ്പെട്ടു. ഈ പ്രായാധിക്യമുള്ള ആൾ തട്ടി വീണു. ഈച്ചകൾ ഇയാളെ പൊതിഞ്ഞു കുത്തി. അവരപ്പം തന്നെ കൂട്ടുകാർ ഈറ്റവട്ടലൊക്കെ നിർത്തിയിട്ട് ഇദ്ദേഹത്തെയും കയറ്റി ഈറ്റ ചങ്ങാടം ഉണ്ടാക്കിയിട്ട് അവരവിടെ നിന്ന് പൂയംകുട്ടി വനത്തിൽ നിന്ന് തിരിച്ചു പോന്നു. അവർ രാത്രി മുഴുവൻ തുഴഞ്ഞു. പിറ്റേന്ന് പ്രഭാതം തുഴഞ്ഞു. അതുകൊണ്ട് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഇവിടെ എത്തി അവർ. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തെ കണ്ട് കാര്യങ്ങൾ തിരക്കി. അപ്പോൾ അവർ എത്രയും പെട്ടെന്ന് കോതമംഗലം ടൗണിലെത്തിക്കണം. അപ്പോൾ അന്ന് ഞങ്ങളുടെ സുഹൃത്ത് ഭൂത്താൻകട്ടിൽ നിന്നൊരു സ്കൂട്ടറായിട്ട് വന്നിരുന്നു, ഒരു വിജയ് സൂപ്പർ. അപ്പോൾ ഇതിൽ ആളെ കയറ്റി ഇരുത്തി. അപ്പോൾ ഞാൻ കൂടെ പോയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ ഏതാണ്ട് ബോധം ഒക്കെ നശിച്ചു തുടങ്ങുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഞാൻ വെറുതെ കാര്യങ്ങൾ ഈ കൂടെ ഉണ്ടായിരുന്നവർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് തേനീച്ച കുത്തിയതാണ്, ഭയങ്കര വേദന കൊണ്ട് കരച്ചിലായിരുന്നു. ഇവർ കൊണ്ടുവന്നപ്പോഴേക്കും ഭയങ്കര പൊള്ളൽ, ശരീരം മുഴുവൻ പൊള്ളുന്ന ഫീൽ ഉണ്ടായിരുന്നു. വെള്ളമൊക്കെ കൊടുത്തു. അങ്ങനെ ഇവരെത്തിച്ചതാണ്. എത്രയും പെട്ടെന്ന് കോതമംഗലം ടൗണിൽ കൊള്ളാവുന്നൊരു ആശുപത്രിയുണ്ട്, സിസ്റ്റേഴ്സ് നടത്തുന്നൊരു ആശുപത്രിയുണ്ട്, അവിടെ എത്തിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഈ സ്കൂട്ടറിൽ കയറ്റിയിരുത്തി ഞാനും പിന്നിലിരുന്ന്. വളരെ റിസ്കിയുള്ള യാത്രയായിരുന്നു. ഒരുപാട് കയറ്റവും ഇറക്കവും ഹെയർ പിന്നും ഒക്കെ ഉള്ള വഴിയാണ്. ഞങ്ങൾ കോതമംഗലം ടൗണിലെത്തിയപ്പോൾ ആശുപത്രി അടുത്തുണ്ട്, എങ്കിലും അദ്ദേഹം രക്ഷപ്പെടുമെന്ന് തന്നെ സംശയം. പക്ഷേ എനിക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, ഒരു എപ്പിസോഡ് ഡോസ് കൊടുത്ത് രക്ഷപ്പെടും. അപ്പോൾ കോതമംഗലം ടൗണിൽ എനിക്ക് പരിചയമുള്ളൊരു ഡോക്ടറുണ്ട്. അവർ ഗവൺമെൻറ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ശേഷം അവരുടെ വീടിനോട് ചേർന്ന് ക്ലിനിക്ക് നടത്തുന്നതാണ്. ഞാൻ അവരുടെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. പോയി അവിടെ ചെന്ന് ഇയാളെ സ്കൂളിൽ തന്നെ ഇരുത്തിയിട്ട് ഞാൻ ചെന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു. എത്രയും വേഗം ഒരു എപ്പിസ് ഡോസ് കൊടുക്കുക. അവർ നോക്കി കഴിഞ്ഞപ്പോൾ ഓക്കെ, എപ്പിസ് 200 എടുത്ത് അപ്പോൾ തന്നെ കൂട്ടി ഒരു ഡോസ് അദ്ദേഹത്തിൻ്റെ വായിൽ ഇട്ട് കൊടുത്തു. അതിനുശേഷം ഞങ്ങൾ ആശുപത്രി കൊണ്ട് അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ ബസ്സിനും മറ്റുമൊക്കെ ആയിട്ട് വന്നപ്പോൾ അവരെയൊക്കെ ആയിട്ട് ഞാൻ പോന്നു. അപ്പോൾ ഡോക്ടേഴ്സ് ഇതിൽ ഉറപ്പൊന്നും പറഞ്ഞില്ല. എന്ത് ചെയ്യണം, എറണാകുളത്തേക്ക് കൊണ്ടുപോകാം, എറണാകുളത്ത് കൊണ്ടുപോയി ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാം, അങ്ങനെയൊക്കെ ചർച്ചയൊക്കെ നടത്തിയിരുന്നു. ഞാനതിൽ തന്നെ തിരിച്ചു പോന്നു. പിന്നീടൊരു 5 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആളെ കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെന്ന് കേട്ടു. ഞാൻ കോട്ടയത്ത് ചെന്നു. അപ്പോൾ ആൾ റിക്കവർ ചെയ്തിട്ടുണ്ട്. അന്ന് ഡയാലിസിസ് എന്തൊക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് അവിടെ ഒരു പരിചയമുള്ളൊരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ഉണ്ട്, MBBS പഠിക്കുന്ന. ആ സ്റ്റുഡൻറ്റ് വഴി ഞാനൊന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഡോക്ടേഴ്സിൻ്റെ ഒപ്പീനിയൻ കിട്ടണമായിരുന്നു. ഡോക്ടേഴ്സ് ഈ കടിയേറ്റ സമയവും തേനീച്ച കുത്തേറ്റ സമയവും കിട്ടിയ ട്രീറ്റ്മെൻറ്റും മറ്റുമൊക്കെ കണക്ക് കൂട്ടിക്കൊണ്ട് ആ ഡോക്ടർ കൃത്യമായിട്ട് പറഞ്ഞു, എൻ്റെ സുഹൃത്തിൻ്റെ പ്രൊഫസർ കൃത്യമായിട്ട് പറഞ്ഞു, ഇയാൾ വരുന്ന വഴിക്ക് മരിച്ചു പോകേണ്ടതായിരുന്നു. അതായിരുന്നു ഇയാളുടെ അവസ്ഥ. പക്ഷേ എങ്ങനെയോ അയാളുടെ ആയുസിൻ്റെ ബലം കൊണ്ട് അവിടെ എത്തി. ആയുസിൻ്റെ ബലം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ആ കാര്യം. അപ്പോൾ ഇതേപോലെ എനിക്ക് സഹായിക്കാവുന്ന വേറൊരു അവസ്ഥ ഇപ്പം ഞാൻ താമസിക്കുന്ന പട്ടാമ്പിക്കടുത്ത് എൻ്റെ അയൽവക്കത്തുണ്ടായി. അന്ന് എൻ്റെ തൊട്ട് പിന്നിലെ വീട്ടിലൊരു സ്ത്രീ, വൃദ്ധയായ സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട്. അവരുടെ വീടിൻ്റെ പിന്നിൽ ഒരു കടന്നൽക്കൂടുണ്ടായിരുന്നു. ഉച്ച സമയത്തായിരുന്നു. ഞാനന്ന് കടുത്ത ചൂടുള്ള സമയം, ഞാൻ എഴുത്തും ജോലിയും കഴിഞ്ഞൊന്ന് പതുക്കൊന്ന് മയങ്ങിപ്പോയ സമയത്തായിരുന്നു അവർക്ക് ഇതേപോലെ കടന്നൽ കുത്തേറ്റു. ഞാനൊന്നും അറിഞ്ഞില്ല. പിന്നീട് വൈകുന്നേരമാണ് ഞാൻ അറിയുന്നത്. അവർ വളരെ എന്നെയൊക്കെ വിളിച്ച് കരഞ്ഞുകൊണ്ട് പുറത്ത് വന്നു പറഞ്ഞു. ഞാൻ വീടിൻ്റെ മേൽനിലായിരുന്നു. ശരീരം മുഴുവൻ കുത്തേറ്റ ഒരു വസ്ത്രമൊക്കെ ഊരി എറിഞ്ഞിട്ട് ഓടിയെന്ന് പറഞ്ഞു. ഒരു വളരെ 2 ആഴ്ചയോളം കിടന്ന് വളരെ ഗുരുതരാവസ്ഥയിലായിരുന്നു. പല ഡയാലിസിസ് കഴിഞ്ഞാണ് അവർ കഷ്ടി രക്ഷപ്പെട്ട് വന്നത്.
അപ്പം അന്ന് കണ്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് എപ്പിസോഡ് ഉണ്ടായിരുന്നു, ഞാൻ കൊടുക്കുകയും ചെയ്തതിനെ, കൊടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ ചെയ്യാം. പക്ഷെ ഏതായാലും അത്രയ്ക്ക് ഗുരുതരാവസ്ഥയിലാകുകയോ 2 ആഴ്ച കിടക്കുകയോ ചെയ്തിട്ടുന്നില്ല. അന്ന് പോലും അത്രയ്ക്കും ഡിലേ ഉണ്ടായിട്ട് പോലും അദ്ദേഹം ഒരാഴ്ച മറ്റേ കിടന്നു. ഞാൻ 5 ദിവസമാണ് പോയി കണ്ടത്. പിറ്റേ ദിവസം അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ അത് എപ്പിസിൻ്റെ ഗുണം കൊണ്ട് ഇവിടെ അതില്ലാതെ വന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു വിജയത്തിൻ്റെയും ഒരു പരാജയത്തിൻ്റെയും അനുഭവം ഉണ്ട്. സംടൈംസ് ദിസ് അഗ്രവേഷൻ എമൗണ്ട്സ് ടു അഗ്രവേഷൻ ഫ്രം വാം ഡ്രിങ്ക്സ്, വാം റൂം, വാം ക്ലോത്തിങ്, warmth of the fire, etc. If it is heat, the patient is greatly disturbed. അപ്പോൾ ഒരു കേസിൽ ചൂടാണ് ഈ രോഗിയെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിക്കുന്നതെങ്കിൽ, പലതരത്തിൽ വരാം, കുത്തുന്ന വേദന, സ്റ്റിങ്ങിങ് പെയിൻ ആകാം, പലതും ആകാം. ചൂടാണ് ഒരു പേഷ്യൻറ്റിനെ ബുദ്ധിമുട്ടിക്കുന്നതെങ്കിൽ ആ ബുദ്ധിമുട്ട് വളരെ ശക്തമായിട്ട് തന്നെ ഉണ്ടാകാം. വസ്ത്രം കൊണ്ടുള്ള ചൂട്, മുറിയുടെ കൊണ്ടുള്ള ചൂട്, കിടക്കവിരിയുടെ ചൂട്, ഈ എല്ലാത്തരം ചൂടും അയാളെ പ്രശ്നത്തിലാക്കും. In brain troubles, if you put an EPIS patient with congestion of the brain into a warm bath, he will go into convulsions, and consequently, warm bathing is not always good for fits. അപ്പോൾ നമ്മൾ നേരത്തെ ഒപ്പിയത്തിൽ കണ്ട ഈ അവസ്ഥയാണ്. കൺവൾഷൻസ് വരുമ്പോൾ കൺവൾഷൻസിന് വാം ബാത്ത് നല്ലതാണെന്നുള്ള പഴയൊരു കൺസെപ്റ്റ് പ്രകാരം ഒപ്പിയം പേഷ്യൻറ്റിനെയോ എപ്പിസ് പേഷ്യൻറ്റിനെയോ കൊണ്ടുപോയി വാം ബാത്ത് ചെയ്യിച്ചു കഴിഞ്ഞാൽ അത് വളരെ മാരകമായിരിക്കും. ഇറ്റ് ഈസ് ടോട്ട് ഇൻ ദ ഓൾഡ് സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് സോ മച്ച് ദാറ്റ് ദ ഓൾഡ് വുമൺ ആൻഡ് നഴ്സസ് നോ ദാറ്റ് എ ഹോട്ട് ബാത്ത് ഈസ് ഗുഡ് ഫോർ ഫിറ്റ്സ് ആൻഡ് ബിഫോർ യു ഗെറ്റ് ദർ ജസ്റ്റ് ലൈക്ക് ആസ് നോട്ട് യു വിൽ ഹാവ് എ ഡെഡ് ബേബി. അപ്പോൾ പഴയ ചികിത്സാ രീതിയിൽ അത് പഠിപ്പിക്കുന്നുണ്ട്. ഇത് പഠിച്ച നഴ്സസും മിഡ്വൈഫ്സും മറ്റുള്ളവരുമൊക്കെ ഫിറ്റ്സ് ഉണ്ടാകുന്ന ഒരു കുട്ടിയെ കൊണ്ടുപോയി ചൂടുവെള്ളത്തിൽ മുക്കിയാൽ ആ കുട്ടി എപ്പിസിൻ്റെയോ ഒപ്പിയമോ കൊടുക്കേണ്ട ഒരു കുട്ടിയായിരുന്നെങ്കിൽ ഡോക്ടർ ചികിത്സക്ക് അവിടെ ചെല്ലുമ്പോഴേക്കും കാണുന്നത് ഒരു കുട്ടിയുടെ മൃതശരീരമായിരിക്കും. അത്രയ്ക്ക് അഗ്രവേഷൻ ഉണ്ടായി മരിച്ചു പോകും. ദിസ് കഞ്ചഷൻ ഓഫ് ദ ബ്രെയിൻ വിത്ത് ലിറ്റിൽ ട്വിച്ചിങ് ആൻഡ് ത്രട്ടനിങ് കൺവൾഷൻസ് മേക്ക് ദം പുട്ട് ഇൻ ദ ബേബി ഇൻ എ ഹോട്ട് ബാത്ത് ആൻഡ് ഇറ്റ് ഈസ് ഇൻ എൻ ഓഫുൾ സ്റ്റേറ്റ് വെൻ യു ഗെറ്റ് ദർ. ദ ബേബി നീഡ്സ് ഒപ്പിയം ഓർ എപ്പിസ് ഇൻ കഞ്ചഷൻ ഓഫ് ദ ബ്രെയിൻ, the fits become worse by bathing in hot water. ഈ കുട്ടിക്ക് അല്ലെങ്കിൽ രോഗിക്ക് എപ്പിസോ ഒപ്പിയമോ ആവശ്യമുള്ളതായിരുന്നു, അങ്ങനത്തെ രോഗിയായിരുന്നെങ്കിൽ ഹോട്ട് ബാത്ത് കൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിപ്പോയിന്. The nurse has been doing that kind of business. You have learned the remedy as soon as you enter the house, for she will say the child has been worse ever since the warm bath and has become pale as a ghost and she was afraid he was going to die. ഒരു ഹോമിയോപാതി ചെല്ലുമ്പോഴേക്കും നഴ്സ് പറയും അവർക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യം ചെയ്തു, പക്ഷേ അത് കഴിഞ്ഞപ്പോഴേക്കും ഈ വാമ്പാത്ത് കഴിഞ്ഞപ്പോഴേക്കും ഒരു പ്രേതത്തെ പോലെ വിളറി വെളുത്തു പോയി, അങ്ങനത്തെ അവസ്ഥയായി, മരിച്ചു പോകുമെന്ന് ഭയപ്പെട്ടു പോയി. There you have convulsions worse from heat, pointing especially to opium or epis. അപ്പോൾ ഈ ഒരു ചൂട് കൊണ്ട് വർദ്ധിക്കുന്ന കൺവൾഷൻ വലിച്ചു പോച്ചലുകൾക്ക് പലതുമാകാം, പക്ഷേ ഒപ്പിയവും എപ്പിസുമാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അതിൽ തന്നെ ഒപ്പിയത്തിനാണ് കെൻ്റ് ഇവിടെ ഇറ്റാലിക്സിൽ കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ദ വേ വിത്ത് എപ്പിസ് ഓൾ ത്രൂ. ഇറ്റ് ഈസ് നോട്ട് ലേ ഡൗൺ ഇൻ ദ ബുക്സ് ദാറ്റ് എപ്പിസിസ് വേഴ്സ് ഇൻ ദ ത്രോട്ട് സിംറ്റംസ് ഫ്രം വാൺ ഡ്രിങ്ക്സ് ആൻഡ് വാൺസ് ഓൾ ടുഗദർ കോൾ തിങ്സ് ആൻഡ് വിൽ നോട്ട് ടേക്ക് വാം തിങ്സ് വിത്ത് അഗ്രവേറ്റ്. ബട്ട് വൺ ഓഫ് അവർ ഗ്രാജുവേറ്റ്സ് wrote me that by making use simply the generals as he had been instructed, Epis conforming to all the rest of the case, he made a beautiful cure of a case of diphtheria which had the relief from cold, which shows how generals are continued into particulars and how they can made use of. അപ്പോൾ ഈ നീണ്ട വാചകത്തിൽ പറയുന്നത് ഈ തൊണ്ടയുടെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൊണ്ടയുടെ പ്രശ്നങ്ങൾ പൊതുവെ ചൂടുകൊണ്ട് സുഖപ്പെടും, ചൂടുകൊണ്ട് ആശ്വാസം എന്നുള്ളതാണ് പൊതുധാരണ. പൊതുവെ മിക്കവർക്കും അങ്ങനെയാണ് താനും. പക്ഷെ എപ്പിസ് കേസിലും ഒപ്പിയം കേസിലും അങ്ങനെയല്ല. വിശേഷം ഡിഫ്തീരിയയുടെ കാര്യത്തിൽ കോൾഡ് കൊണ്ട് അമീലറേഷനുള്ള ഒരു കേസ് കെൻറ്റിൻ്റെ പരിചയത്തിലുള്ളൊരു ഹോമിയോപ്പതി ഗ്രാജുവേറ്റ് അദ്ദേഹത്തിൻ്റെ ഒരു ചികിത്സാനുഭവം കെൻറ്റിനെ എഴുതി അറിയിച്ചതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ബൈ മേക്കിംഗ് യൂസ് സിംപ്ലി ഓഫ് ദി ജനറൽസ് ആസ് ഹി ഹാഡ് ബീൻ ഇൻസ്ട്രക്റ്റഡ്. അപ്പോൾ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, അത് കെൻറ്റ് പറഞ്ഞ കാര്യം തന്നെയാണ്.
ഒരു 5 സ്ട്രോങ് ജനറൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഹീൽ ചെയ്യാം. സ്ട്രോങ് ജനറൽസും അതിൻ്റെ മൊഡാലിറ്റീസും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹീലിംഗ് നിങ്ങൾക്ക് ഉറപ്പാക്കാം. അത് കെൻറ്റിൻ്റെ ഒരു തിയറിയാണ്. കെൻറ്റിൻ്റെ പുസ്തകങ്ങളിൽ തന്നെ ഞാൻ വായിച്ചൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ തന്നെ അപ്പോൾ കെൻറ്റിൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നിരിക്കാം. അപ്പോൾ അദ്ദേഹത്തെ ഇൻസ്ട്രക്ട് ചെയ്തിരുന്നത് പോലെ സിംപ്ലി യൂസ് ഓഫ് ദി ജനറൽസിനെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് എപ്പിസിനെ ഉറപ്പാക്കി. എങ്ങനെയാണ് റെസ്റ്റ് ഓഫ് ദ കേസിൻ്റെ മറ്റ് പർട്ടിക്കുലേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ എപ്പിസ് തന്നെയായിരുന്നു. പക്ഷേ ഈ ഒരു ഡിഫ്തീരിയ കേസിൽ ഒക്കെ മരണകാരണം എന്നൊക്കെ പറയുന്ന കേസിൽ എന്താണ്, വിച്ച് ഹാഡ് ദ റിലീഫ് ഫ്രം കോൾഡ്, തണുപ്പ് കൊണ്ട് റിലീഫ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അസാധാരണ സിംറ്റമായിട്ട് കാണുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ശമനമുണ്ടായി. അതിൽ നിന്ന് കിട്ടുന്ന ഒരു പാഠമാണ് അദ്ദേഹം പറയുന്നത്. വിച്ച് ഷോസ് ഹൗ ജനറൽസ് ആർ കണ്ടിന്യൂഡ് ഇൻ ടു പർട്ടിക്കുലേഴ്സ്. ജനറൽസ് എങ്ങനെ പർട്ടിക്കുലേഴ്സിലേക്ക് ഇങ്ങനെ തുടർച്ചയായിട്ട് പോകുന്നു. ജനറൽസിൻ്റെ തുടർച്ചയായിട്ടാണ് പർട്ടിക്കുലേഴ്സ്. അപ്പോൾ പർട്ടിക്കുലേഴ്സ് ഇല്ലാതെ ജനറൽസ് അപ്പോൾ ജനറൽസ് ഇല്ലാതെ പർട്ടിക്കുലേഴ്സ് എടുത്തിട്ട് കാര്യമില്ല. കാരണം ജനറൽസിൻ്റെ തുടർച്ചയാണ്. അപ്പോൾ പർട്ടിക്കുലേഴ്സ് മാത്രം എടുത്താൽ നിങ്ങളെ വഴിതിരിഞ്ഞിരിക്കും. അതായത് വൃക്ഷത്തിൻ്റെ ഇലകൾ മാത്രം വെച്ചുകൊണ്ട് ആ വൃക്ഷത്തിനെ വിലയിരുത്തിയാൽ എങ്ങനെ ഉണ്ടാവും? വൃക്ഷത്തിന് തടിയും കൂടി നോക്കണം. ഇലകൾ തമ്മിൽ സാദൃശ്യം ഒരു വൻ വൃക്ഷത്തിനും ഒരു ചെറു ചെടിക്കും ചിലപ്പോൾ ഇലകൾ തമ്മിൽ സാദൃശ്യം ഉണ്ടാകും. പക്ഷേ അതിൻ്റെ തടിയൂടി നോക്കണം. ഈ ജനറൽസിൻ്റെ റോൾ അതാണ്. അപ്പോൾ ജനറൽസ് പർട്ടിക്കുലേഴ്സിലേക്ക് സ്പ്രെഡ് ചെയ്യും. അതിൻ്റെ സ്വഭാവം അതിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരാം. അപ്പോൾ ജനറൽസിനെ ഒഴിവാക്കിക്കൊണ്ട് പർട്ടിക്കുലേഴ്സ് എടുത്താൽ പരാജയപ്പെടും. ജനറൽസിൻ്റെ പശ്ചാത്തലത്തിൽ, ജനറൽസിൻ്റെ അടിത്തറയിലാണ് പർട്ടിക്കുലേഴ്സിന് വില വരുന്നത്. ആൻഡ് ഹൗ ദേ ക്യാൻ ബി മെയ്ഡ് യൂസ് ഓഫ്, എങ്ങനെ അവയെ ഉപയോഗിക്കാം, ജനറൽസിനെ എങ്ങനെ ഉപയോഗിക്കാം എന്നതിൻ്റെ ഒരു പാഠമാണത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ബാബുചേട്ടൻ്റെ അനുഭവങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ പഴയ അനുഭവങ്ങളും ഞങ്ങൾ സുഹൃത്തുക്കളായ ശേഷം ഞാൻ കൂടി കണ്ടിട്ടുള്ള പല അനുഭവങ്ങളിലും അതൊരു പാഠമായിരുന്നു. ഒരു പ്രധാന സ്ട്രോങ് ജനറൽസ്, വെറുതെ ഒരു വീക്ക് ജനറൽസ് അല്ല, സ്ട്രോങ് ജനറൽസ് വിത്ത് മൊഡാലിറ്റീസ്. ഹീലിംഗ് ഈസ് അഷ്വേർഡ്. ദ ജനറൽസ് കണ്ടിന്യൂ ടു ബിൽഡ് ആൻഡ് എൻലാർജ് അവർ മെറ്റീരിയ മെഡിക്ക. നമ്മുടെ മെറ്റീരിയ മെഡിക്കയെ ബിൽഡപ്പ് ചെയ്യുന്നത്, അതിനെ വളർത്തിയെടുക്കുന്നത്, എൻലാർജ് ചെയ്യുന്നത്, അതിനെ വിപുലീകരിക്കുന്നതെല്ലാം മുൻപും ജനറൽസ് തന്നെയാണ്, ഇനി ഭാവിയിലും ജനറൽസ് തന്നെയായിരിക്കും. അതാണ് പറയുന്നത്. ജനറൽസ് കണ്ടിന്യൂ ടു ബിൽഡപ്പ്. അല്ലാതെ പർട്ടിക്കുലേഴ്സ് മാത്രം വെച്ചുകൊണ്ടോ കീനോട്ടുകൾ മാത്രം വെച്ചുകൊണ്ടോ നമ്മുടെ മെറ്റീരിയ മെഡിക്കയെ ബിൽഡപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു പാഠമാണ് കെൻറ്റ് ഇവിടെ നമുക്ക് തരുന്നത്. ഈ എപ്പിസിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി തരികയാണ്. അപ്പോൾ എപ്പിസിനെ കുറിച്ചുള്ള വളരെ വിലപ്പെട്ട നിരവധി കാര്യങ്ങൾ ഇനിയും പറയുന്നുണ്ട്. മറ്റ് പല ഗ്രന്ഥങ്ങളിലും കാണാത്ത, വായിക്കാത്ത പല കാര്യങ്ങളും ഇതിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കാം. ഇതുവരെ ഈ പ്രോഗ്രാം ശ്രദ്ധിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം നന്ദി. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പരിചയപ്പെടാത്തവരെ പരിചയപ്പെടുത്തുക. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.